നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ജിൻഡോയെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയാണ്. ഇന്ന് രാവിലെ തൊട്ട് ജിൻഡോയ്ക്കെതിരെയാണ് വീട്ടുകാരെല്ലാവരും തിരിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ടാസ്കിലും ജിൻഡോയ്ക്കെതിരെയായിരുന്നു എല്ലാവരും തിരിഞ്ഞത്. ടാസ്കിനിടെ ജിൻഡോയെ ചെറ്റ എന്ന് ഗബ്രി വിളിച്ചതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം ജിൻഡോ വീട് അടിച്ചു വാരുമ്പോൾ വീടിൻ്റെ ചൂലിൻ്റെ അഗ്രം വെട്ടണമെന്ന് ക്യാപ്റ്റനോട് പറയുന്നു. ക്യാപ്റ്റൻ പറയുന്നു, നിങ്ങൾ പവർ ടീം അംഗമല്ലേ, നിങ്ങൾ അടുക്കളയിൽ പോയി കത്തിയെടുത്ത് വെട്ടു എന്ന് പറയുന്നു. ജിൻഡോ അടുക്കളയിലേക്ക് പോകുന്നു. കത്തിയെടുത്ത് വെട്ടാൻ പോകുമ്പോൾ എല്ലാവരും കൂടി വന്ന് എതിർക്കുന്നു. അതെടുത്ത് കത്തിയെടുത്ത് വെട്ടാൻ കഴിയില്ല. ഗബ്രിയും ജാസ്മിനൊക്കെ വന്ന് അർജുൻ എല്ലാവരും കൂടി വന്ന് ജിൻഡോയ്ക്കെതിരെ തിരിയുന്നു. ജിൻഡോ പറയുന്നു, അതൊന്ന് വെട്ടിയാൽ എനിക്ക് അടിച്ചു വരാൻ സുഖമായിരിക്കും. എല്ലാവരും പറയുന്നു, അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് കൂടി എല്ലാവരും കൂടി ജിൻഡോയുടെ മേക്കോട്ട് കയറുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം വേറെ ഒന്നുമല്ല, റോക്കിയും സിജോയും പോയതിന് ശേഷം അവിടെ ഏറ്റവും നന്നായി ഇപ്പോൾ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്നത് ജിൻഡോയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയ കാര്യങ്ങൾക്ക് പോലും ജിൻഡോയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ജിൻഡോയുടെ ഈ ഒറ്റപ്പെടൽ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും കൂടി ജിൻഡോയെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് സംസാരിച്ച് നിൽക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് അവിടെയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ജിൻഡോയെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോലും അവിടെ ആരില്ല. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു മത്സരാർത്ഥി നിലവിൽ ജിൻഡോ മാത്രമാണ് അവിടെയുള്ളത്.